എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ പ്ലാന് അതെല്ലാം തന്നെ എട്ട് നട പൊട്ടിയിരിക്കുകയാണ്. ബ്രൂലിയുടെ ആ മിറർ പവർ അതുപയോഗിച്ച് രക്ഷപ്പെട്ടു പോവാന്ന് കരുതി, പക്ഷേ അതും ലാസ്റ്റ് മിനിറ്റ് തകർന്നു പോയി. വേറെ വഴിയില്ല. ബിഗ് മോമിന്റെ പവർ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂന്ന് പറഞ്ഞ് കപ്പൂംസ് ആണെങ്കിൽ ഒരു കല്ല് അവിടെ ക്രിയേറ്റ് ചെയ്യും. ആ കല്ല് ഉപയോഗിച്ച് അവന്റെ ബോഡിയിൽ ഒരു കാസ്റ്റിൽ ക്രിയേറ്റ് ചെയ്ത് അവന്റെ ടീമിലുള്ളവരോടൊക്കെ അതിന്റെ അകത്തേക്ക് കയറി സേഫായിട്ട് നിൽക്കാൻ പറയും. അത് കേൾക്കേണ്ട താമസം ഒരുപാട് പേര് അതിന്റെ അകത്തേക്ക് പോവാണ്. ചുറ്റുമുള്ളവർക്കെല്ലാം ആ ഒരു കാഴ്ച കണ്ട് ഭയങ്കര അത്ഭുതം. അവർ ഇതുവരെ എങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല. വില്ലന്മാർക്കാണെങ്കിൽ അതിലും വലിയ ഷോക്ക്. അവരൊരിക്കലും കപ്പോംസ് ബിഗ് മോമിനെ കൊല്ലുമെന്ന്, ബിഗ് മോമിനെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇവിടെ കപ്പോംസ് അവനങ്ങനെ ടെററായിട്ട് കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് നിൽക്കും. അതേസമയം ബിഗ് മോമിന്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ അവനെ പുറഞ്ഞ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. ഉടനെ കപ്പോൺസിന്റെ സോൾജിയേഴ്സും പുറത്തേക്ക് വന്ന് അവരും അവരെ കൊണ്ട് പറ്റും പോലെ അമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടെ ആ മോണ്ടോർ ആണെങ്കിൽ കപ്പോംസിനെ കണ്ട് ഞെട്ടും. അവനൊരിക്കലും ബിഗ് മോമിനെതിരായിട്ട് കപ്പോംസ് തിരിയുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ബിഗ് മോം ആണെങ്കിൽ അവളുടെ നിലവിളിയും അലർച്ചയൊന്നും ഇപ്പോഴും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. കട്ടകുറി അവന്റെ പവർ ഉപയോഗിച്ച് വീണ്ടും വീണ്ടും ചെവിയിൽ കണക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഡിവൈസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഓരോരുത്തർക്കായിട്ട് കൊടുക്കുകയാണ്. ഉടനെ അതിലൊരു ചീഫാണെങ്കിൽ കട്ടകുറി കൊടുത്ത സാധനമൊക്കെ ചെവിയിൽ വെച്ച് ഡാൻസ് ചെയ്ത് ബിഗ് മോമിന്റെ അടുത്തേക്ക് വരും. അപ്പോഴായിരിക്കും ലോങ് ഷോട്ടിലായിട്ട് ആ ടമട്ടൈഡ് ബോക്സ് അതവൻ കാണുക. അതവൻ ഒരുപാട് കാണാനും കയ്യിൽ കിട്ടാനും ആഗ്രഹിച്ച ബോക്സാണ്. അവൻ അതിലേക്ക് തന്നെ കണ്ണിമ വെട്ടാൻ നോക്കി നിൽക്കും. ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ബോക്സാണ്, ഇതെനിക്ക് സ്വന്തം എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ ബോക്സിന് അടുത്തേക്ക് വരും. മറ്റൊരു ഭാഗത്ത് സീസർ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നവരെ എല്ലാവരെയും തള്ളിവിട്ട് ആ മാൻഷനിലേക്ക് വന്ന് സേഫായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ആരോ അവനെ ബലമായിട്ട് പിടിച്ചു വലിക്കുന്നതായിട്ട് അവന് ഫീൽ ചെയ്യും. അവൻ പതിയെ തിരിഞ്ഞു നോക്കും. മറ്റാരും അല്ല, സാക്ഷാൽ കട്ടകുറി. അവനെ കണ്ട് പേടിച്ച് നോ എന്ന് നിലവിളിക്കും. കട്ടകുറിയുടെ തൊട്ട് പിന്നിലായിട്ട് അവന്റെ ഒരുപാട് അസിസ്റ്റൻസും സീസറിനെ പിടിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. സീസർ ആണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ കട്ടകുറിയുടെ കൈ അത് തട്ടി മാറ്റി ഓടുകയാണ്. പക്ഷെ എന്താ, ആ ബ്രൂലി അവളെ കറക്റ്റ് ആയിട്ട് കട്ടക്കുറി ക്യാച്ച് ചെയ്യും. സീസർ ആണെങ്കിൽ ചാടി ഓടി കപ്പോംസിന്റെ ബോഡിയിലുള്ള ആ ഒരു മാൻഷനിലേക്ക് കയറും. അയ്യോ, ഒട്ടും സമയമില്ല, എത്രയും വേഗം ഈ ഗേറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് പറയും. ഉടനെ ലൂഫിയും ബ്രൂക്കും ഒക്കെ ദൂരത്തായിട്ട് നിൽക്കുന്ന ഡാമിയാൻ ടീമിനെ കാണിക്കുകയാണ്. അവരും കൂടെ ഇവിടേക്ക് കയറി കഴിഞ്ഞാൽ മാത്രമേ ഗേറ്റ് അടയ്ക്കാൻ കഴിയൂ. അവര് കപ്പോംസിനെ ലക്ഷ്യമാക്കി ഉഷാറായിട്ട് ചാടി ഓടി വരും. പക്ഷെ അപ്പോഴേക്കും ആ കട്ടക്കുറി വില്ലനും അവന്റെ ടീംസും അവരവിടേക്ക് വന്ന് ഡാമിയാൻ ടീമിനെ തടയുകയാണ്. സ്മൂത്തി ആണെങ്കിൽ ഈസി ആയിട്ട് നാമയെ തൂക്കിയെടുക്കും. അത് കണ്ട ചോപ്പർ സ്മൂത്തി ആയിട്ട് ഫൈറ്റ് ചെയ്യും. പക്ഷെ സ്മൂത്തി സ്മൂത്തായിട്ട് ചോപ്പറിനെ അടിച്ച് താഴെ ഇടുകയാണ്. ലൂഫിയാൻ ടീമിനാണെങ്കിൽ ഇത് കണ്ട് നോക്കി നിൽക്കാനാവില്ല. അവരും അവിടേക്ക് ഫൈറ്റ് ചെയ്യാൻ ഓടിയെത്തും. പക്ഷെ എന്താ, ആ വില്ലന്മാർ ഓരോരുത്തരായിട്ട് നമ്മുടെ ആൾക്കാരെ അങ്ങനെ ലോക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് രക്ഷപ്പെട്ടു എന്ന് കരുതിയ വിൻസ്മോക്ക് ആ ഫാമിലി അവരെയും ആ വില്ലന്മാർ റൗണ്ട് ചെയ്തു. വിൻസ്മോക്ക് ആണെങ്കിൽ ഫുൾ കലിപ്പില് നമ്മുടെ ആൾക്കാർ കൊടുത്ത അവരുടെ കോട്ട് അതങ്ങനെ ധരിച്ച് നിലവിളിച്ച് ആളുടെ മക്കളോട് പറയും, ജർമ്മ 66ന്റെ പവർ അതിപ്പോ നമ്മൾ ഇവിടെ വെച്ച് കാണിച്ചു കൊടുക്കണം. അവരാണെങ്കിൽ ഞോട്ടിയടയില് അവരുടെ ആ കോട്ട് അത് ധരിച്ച് വില്ലന്മാരുടെ ബുള്ളറ്റ്സ് എല്ലാം തട്ടിത്തെറിപ്പിക്കും. ഒരു വില്ലൻ വലിച്ചെറിഞ്ഞ 2 വലിയ കല്ലുകൾ അതങ്ങനെ യോഞ്ചി ക്യാച്ച് ചെയ്ത് ഹായ് ആയിട്ട് നിൽക്കും. അടുത്തതായിട്ട് റേച്ചു ആണെങ്കിൽ അവൾക്ക് നേരെ വന്ന ഒരുപാട് അമ്പുകൾ അത് അവളുടെ പോയിസൺ പവർ ഉപയോഗിച്ച് കരിച്ചു കളയും. ഒടുവിൽ വിൻസ്മോക്ക് ആളുടെ കയ്യിലുള്ള സ്റ്റിക്ക് അതങ്ങനെ കറക്കി കറക്കി വലിയൊരു ചുഴലിക്കാറ്റ് ക്രിയേറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന വില്ലന്മാരെ അങ്ങനെ ദൂരേക്ക് തെറിപ്പിക്കും. അതിനുശേഷം മൊത്തം വിൻസ്മോക്ക് ഫാമിലിയും അങ്ങനെ അവരുടെ ഫയർ പവർ അത് മുഴുവനായിട്ട് എടുത്ത് ആ വില്ലന്മാരുടെ മുൻപിൽ ടെററായിട്ട് നിന്ന് അവരെ അറ്റാക്ക് ചെയ്യുകയാണ്. വിൻസ്മോക്ക് ഫാമിലിയുടെ പവർ കണ്ട് ആ നാക്ക് നീണ്ടവൻ അവൻ ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് വിൻസ്മോക്ക് ഫാമിലിയുടെ ഈ ഒരു വലിയ പവർ അത് കാണണം എന്നാണ്. അതവന്റെ കൺമുൻപിൽ അവനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയൊരു കാഴ്ച അതവന് കാണാൻ പറ്റിയതിൽ വലിയൊരു സന്തോഷവും ചാരിതാർത്ഥ്യവും അവന് തോന്നും. അതേസമയം ഇവിടെ പരസ്പരവും അവനാണെങ്കിൽ അവന്റെ കലി അത് കയറി വരും. എല്ലാ കാര്യങ്ങളും കൈവിട്ടു പോകുന്നതായിട്ട് അവന് തോന്നും. സോ അവനാണെങ്കിൽ അവന്റെ ജെല്ലി പവർ അതുപയോഗിച്ച് ഇപ്പൊ അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ബുള്ളറ്റ്സ് പോലും 7 അയലത്ത് ചെല്ലാത്ത വിൻസ്മോക്ക് ഫാമിലിയുടെ മുൻപിലേക്കാണ് അവന്റെ ജെല്ലി പവറുമായിട്ട് ചെല്ലുക. അവന്റെ പവറുമായിട്ട് അടുത്തേക്ക് വരുന്നത് കണ്ട നിശ്ചയി അവനാണെങ്കിൽ കൈ ചുരുട്ടി പരസ്പരോടെ മുഖത്ത് തന്നെ ആഞ്ഞ് പഞ്ച് ചെയ്യാണ്. ആ ഒരു പഞ്ചില് അവനങ്ങനെ തെറിച്ചു പോയി അടിച്ചു വീഴും. അവന്റെ ജെല്ലി പവർ ആണെങ്കിൽ കറങ്ങി അവന്റെ ബോഡിയിൽ തന്നെ വീഴുകയാണ്. നീലത്തലയനാണെങ്കിൽ നമ്മുടെ ചോപ്പറിനെ പിടിച്ചു വെച്ച ആ ഒരു പെണ്ണിനെ അവളെ ലക്ഷ്യമാക്കി അങ്ങനെ പറന്നു വന്ന്
അവളെ ഒരൊറ്റ ഇടി. ആ ഒരു ഇടിയിൽ ചോപ്പർ ആണെങ്കിൽ അവളുടെ കൈവിട്ട് തെറിച്ചു പോകും. ചോപ്പറിനാണെങ്കിൽ ഭയങ്കര സന്തോഷം, കാരണം അവനിപ്പോ സ്വതന്ത്രനായിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ആ പച്ചത്തലയൻ അവനാണെങ്കിൽ ഒരു വില്ലനെ പിടിച്ചു വലിച്ച് വമ്പൻ ആക്ഷനിൽ തൂക്കിയെടുത്ത് അച്ചറം പൊച്ചറം അവനെ ആഞ്ഞടിക്കും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അവരുടെ ഫൈറ്റ് ഒക്കെ കണ്ട് ഭയങ്കര സന്തോഷം. അതുമാത്രമല്ല, വിൻസ്മോക്ക് ഫാമിലിക്ക് കട്ട സപ്പോർട്ട് കൊടുത്ത് നമ്മുടെ ആൾക്കാരും ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ കളത്തിലിറങ്ങും. അതിനുശേഷം ക്യാരറ്റിനെ പിടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു വില്ലനെ അവനെ പിടിച്ച് അവനെയും ആഞ്ഞടിക്കും. പിന്നീട് ആ ചോപ്പൻ തലയൻ റയിച്ചു അവളാണെങ്കിൽ അവളുടെ പോയിസൺ പവർ ഉപയോഗിച്ച് സ്മൂത്തിയുടെ മേലെ ആഞ്ഞടിക്കുകയാണ്. ആ ഒരു അടിയിൽ സ്മൂത്തിയുടെ കാറ്റ് പോയി അവള് താഴെ വീഴും. നാമിയാണെങ്കിൽ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു പോവാണ്. നാമയെ കണ്ട ലൂഫി ആണെങ്കിൽ അവൾ അങ്ങനെ കോരിയെടുത്ത് ആ കോട്ടയ്ക്കകത്തേക്ക് ഓടും. നമ്മുടെ ആൾക്കാരും കപ്പോംസിന്റെ സപ്പോർട്ടേഴ്സും എല്ലാവരും ഇപ്പൊ കോട്ടയ്ക്കകത്തേക്ക് ഓടിക്കയറി കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും അകത്തേക്ക് കയറേണ്ട താമസം ആ കോട്ടയുടെ വാതില് അത് കപ്പോംസ് ക്ലോസ് ചെയ്യും. അതേസമയം ഇവിടെ ആ വില്ലൻ ആണെങ്കിൽ ആരുടെയും കണ്ണിൽ പെടാതെ ആ ടമട്ടേഡ് ബോക്സ് അതുമായിട്ട് ഒരുപാട് ദൂരേക്ക് ഓടി വരും. ഇതാണ് പറ്റിയ സമയം. ഇവിടെ വെച്ച് ഈ ടമട്ടേഡ് ബോക്സ് ഓപ്പൺ ചെയ്ത് ഇതിനുള്ളിലെ ട്രഷർ അത് ഞാൻ എടുക്കും. എന്നിട്ട് അതിന്റെ പകരമായിട്ട് മറ്റെന്തെങ്കിലും വെച്ച് ഞാനിതിവിടെ ഉപേക്ഷിക്കും. തീർച്ചയായിട്ടും ഇതിനുള്ളിലെ ട്രഷർ എടുത്തത് അത് ഞാനാണെന്ന് ഒരിക്കലും ബിഗ് മോം അറിയാനായിട്ട് പോകുന്നില്ല. ആ പഴിയും അത് ലൂഫിയ ടീമിന്റെ തലയിൽ വീഴുമെന്ന് പറഞ്ഞ് അവന് തുറക്കാനായിട്ട് തുടങ്ങും. അവൻ ആക്രാന്തത്തോടെ ആ പെട്ടിയുടെ കെട്ടഴിക്കും. അടുത്ത നിമിഷം ബിഗ് മോം ആണെങ്കിൽ വലിയ ഒച്ചയിൽ കാറുകയാണ്. ആ ശബ്ദം കേട്ട് അവന്റെ കയ്യിൽ നിന്ന് പെട്ടി താഴേക്ക് പോവും. ഓ ഷിറ്റ്, കയ്യിൽ കിട്ടിയ ആ പെട്ടി അത് താഴേക്ക് പോയെന്ന് പറഞ്ഞ് അവൻ ആ പെട്ടിയിലേക്ക് തന്നെ നോക്കും. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് കപ്പോംസ് അവനാണെങ്കിൽ ബിഗ് മോമിനെ തന്നെയാണ് നോക്കുക. കാരണം ബിഗ് മോം ആണെങ്കിൽ ഇപ്പോഴും അവളുടെ അലർച്ച അത് നിർത്തിയിട്ടില്ല. സോ ഇങ്ങനെ അവൾ അലറിക്കൊണ്ടിരുന്ന അവൾ വീക്കാവും. ഇതാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞ് അവൻ കിട്ടിയ ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു പോകാനുള്ളതിന് പകരം കനോൺസ് ഉപയോഗിച്ച് അവൾ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷേ ഇപ്പൊ അവൾക്ക് ചുറ്റും അവളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ടെന്നുള്ള കാര്യം അവൻ മറന്നുപോകും. പരസ്പരം അവിടേക്ക് വന്ന് അവന്റെ ബുള്ളറ്റ്സ് എല്ലാം തട്ടി മാറ്റി ബിഗ് മോമിന് കട്ട സപ്പോർട്ട് കൊടുത്ത് അവളെ പ്രൊട്ടക്ട് ചെയ്യും. പക്ഷെ കപ്പോംസ് ആണെങ്കിൽ അപ്പോഴും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാവില്ല. അവളുടെ അടുത്തേക്ക് പോയി അവസാന ബുള്ളറ്റ് വരെ അവളെ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് കപ്പോംസ് ആണെങ്കിൽ അവളുടെ തൊട്ടടുത്തേക്ക് വരും. പക്ഷെ അപ്പോഴേക്കും കട്ടകുറി അവനാണെങ്കിൽ കപ്പോംസിന്റെ ബോഡിയിലുള്ള എല്ലാ കനോൺസും അങ്ങനെ പൊട്ടിത്തെറിപ്പിക്കുകയാണ്. കട്ടകുറിയുടെ കയ്യിൽ ആ മോച്ചി പവറുണ്ട്. അതുപയോഗിച്ചാണ് അവരിതെല്ലാം ചെയ്യുക. പക്ഷെ കപ്പോംസ് അപ്പോഴും തോൽവി സമ്മതിക്കാതെ അവന്റെ ബോഡിയിലെ ആ വലിയ കാസ്റ്റില് അതുപയോഗിച്ച് ബിഗ് മോമിനെ ഇടിച്ചു കൊല്ലാൻ ഉഷാറായിട്ട് ഓടും. അല്പസമയം കഴിയുമ്പോഴേക്കും കാസ്റ്റിലാണെങ്കിൽ സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ അങ്ങനെ നിൽക്കും. ഉടനെ ഒരു അനൗൺസ്മെന്റ് വരും. ഡെല്ലി പവർ ഉപയോഗിച്ച് ആ ഒരു കാസ്റ്റിൽ അതാരോ ലോക്ക് ചെയ്തു എന്നായിരിക്കും അനൗൺസ്മെന്റ് വരിക. ബിഗ് മോമിനെ കൊല്ലാനുള്ള നമ്മുടെ എല്ലാ പ്ലാനും ഇവിടെ തകർന്നിരിക്കുകയാണ്. കോട്ട മുഴുവനായിട്ടും ജെല്ലിയില് അങ്ങനെ കവറായി കിടക്കുകയാണ്. മുൻപിൽ വേറെ വഴിയില്ല, അവരുമായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞ് ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് കാണിക്കും. ഇവിടെ ലൂഫിക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ബിഗ് മോമും അവളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരും അവിടെ ഉണ്ട്. അവരോട് ഫൈറ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് ജയിക്കാൻ പറ്റുമോ? അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മുടെ ആൾക്കാർ പകച്ചു നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.